വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ ചക്ക കൊണ്ട് നല്ല അടിപൊളി ഒരു ചക്ക ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. ബീഫൊക്കെ ഇട്ട് ചക്ക കൊണ്ട് അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ബിരിയാണി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു 1/2 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. നല്ല ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ബീഫ്, അതിൽ ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മീറ്റ് മസാല, ഇത്രയും ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് ചൂടാക്കി അതിൻ്റെ ആ പച്ചമണം ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ബീഫിൽ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണേ. നമ്മളൊരു 1/2 കിലോ ഇറച്ചിക്കുള്ള ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം എന്താ നമ്മുടെ ബീഫ് നമ്മൾ നന്നായിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് വറുത്ത മസാലയാണ്, ജസ്റ്റ് ഒന്ന് ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് സോട്ട് ചെയ്തെടുത്ത മസാലയാണ്. അപ്പോൾ അതൊന്ന് നമ്മൾ തിരുമ്മി മാറ്റി വെച്ചു. അതിനുശേഷം നമ്മളൊരു 2 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തു. ഒരു 5-6 ചുവന്നുള്ളിയും കൂടെ നമ്മളതിനകത്ത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ സൈസ് തക്കാളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് നന്നായിട്ട് ഇനിയൊന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞു, അതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളിയും കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും തക്കാളിയും 2 പച്ചമുളക് കീറിയിട്ടതും കൂടെ നന്നായിട്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചാണ് ഇട്ടിരിക്കുന്നത്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇത് ചതച്ച് നമ്മൾ ചേർത്ത് ഇത് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണേ. ഇതൊന്ന് നന്നായിട്ട് വഴഞ്ഞ് കഴിയുമ്പം നമ്മൾ ആ മാറ്റി വെച്ചിരുന്ന ഇറച്ചി ഉണ്ടല്ലോ, മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിരുന്ന ഇറച്ചിയും കൂടെ വെച്ച് നമ്മൾ അടുപ്പേ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേണ്ട നമുക്ക് നല്ല ഇറച്ചി നന്നായിട്ട് വെന്ത് ആ മസാലയൊക്കെ പിടിച്ച് നല്ലതായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക ഒന്ന് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാവേ. അതിന് വേണ്ടി നമ്മളൊരു വലിയ സൈസിലുള്ള തേങ്ങയുടെ ഒരു അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി നന്നായിട്ട് കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടു, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് തേങ്ങയൊന്ന് വറുത്തെടുക്കണേ. അപ്പോൾ നമ്മുടെ ഈ ചക്ക വേവിക്കുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്, ഈ ഇറച്ചിയും ചക്കയും കൂടി ഇട്ട് വേവിക്കുന്നതിൻ്റെ. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു ബ്രൗൺ കളറായി കഴിയുമ്പം 1 സ്പൂൺ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് അതൊന്ന് വറുത്ത് ഒന്ന് തണുത്ത് നമുക്ക് പൊടിച്ചെടുക്കണേ. ചക്ക തേണ്ട നമ്മളിവിടെ അരിഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചക്ക വേവിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു കലത്തിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ചക്ക ഇട്ട് കൊടുക്കുക. കുറച്ച് ചക്ക നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് നന്നായിട്ടൊന്ന് ആറി വന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് നമ്മൾ വേണ്ട ഈ ഒരു പരുവത്തിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ തേങ്ങ വറുത്ത് വെച്ചതും എല്ലാം കൂടെ കൂടിയുള്ളതേ. ഇനി നമ്മൾ ചക്ക ഇട്ടിട്ട് ഈ തേങ്ങ കൊണ്ടുള്ള അരപ്പ് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കണം. നമ്മൾ അരപ്പ് കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുവാണേ. ഇനി അതിന് ശേഷം നമ്മൾ ഇറച്ചി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, അപ്പം വേറെ വെള്ളമൊന്നും നമ്മൾ ചക്കയ്ക്കകത്ത് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ആ ഇറച്ചിയുടെ ആ വെള്ളത്തിൽ തന്നെ കിടന്ന്, ആ ഇറച്ചിക്കറി ഉണ്ടാക്കി നമ്മൾ വെച്ചിരുന്ന ആ വെള്ളത്തിൽ തന്നെ കിടന്ന് ചക്ക നന്നായിട്ട് വെന്ത് കയറിക്കോളുവേ. അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ നമ്മൾ ഇറച്ചി ഇട്ട് കൊടുത്തു, വീണ്ടും നമ്മൾ ചക്ക ഇട്ട് കൊടുത്തു, അതിൻ്റെ മണ്ട വീണ്ടും നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇറച്ചിക്കറിയും കുറച്ച് അരപ്പും കൂടെ, അങ്ങനെ നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ ലെയറായിട്ട് നമ്മൾ ചക്ക വേവിക്കാനുള്ള കലത്തിൽ നമ്മൾ വെച്ച് കൊടുക്കണേ. അപ്പോൾ എന്നിട്ട് നമ്മൾ ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇറച്ചിക്കറിക്ക് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ചക്ക വേയാൻ ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ നമ്മൾ ആ ചക്കയ്ക്കകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് അടച്ചു വെച്ച് ചക്ക സാധാരണ വേവിച്ചെടുക്കുന്നത് പോലെ വേവിച്ചെടുക്കണം. വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. ആ ബീഫിനകത്തുള്ള വെള്ളം വെച്ചിട്ട് തന്നെ ഈ ചക്ക നമുക്ക് വെന്ത് കിട്ടും, നമ്മൾ ലെയറായിട്ട് വെച്ചിട്ടുള്ളത് കൊണ്ടേ. ഇനി നമ്മൾ നന്നായിട്ടിത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ചക്ക വെന്ത് കഴിയുമ്പം ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ.